ഗുജറാത്തിലെ അഹമ്മദാബാദിലെ നമ്മുടെ വിമാനാപകടവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിക്കുന്ന ചർച്ചകളും അതിൻ്റെ വലിയ തരത്തിൽ തരത്തിലേക്ക് അല്ലെങ്കിൽ രണ്ട് തലത്തിലേക്ക് ഈ വാർത്തകൾ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അത് ഇംഗ്ലീഷ് പത്രങ്ങളടക്കം ആ രീതിയിൽ തന്നെ അത് പ്ലേസ് ചെയ്തിരിക്കുന്നു. ആ ഒരു ദിവസത്തിൽ തന്നെയാണ് നമ്മൾ ഈ പത്രങ്ങൾ പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. കാരണം AIBയുടെ റിപ്പോർട്ട് എന്തൊക്കെ കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള സംശയങ്ങൾ ഇത് സംബന്ധിച്ച് കൊണ്ടുവരുന്നു എന്നുള്ളൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ എല്ലാ പത്രങ്ങളുടെയും തലക്കെട്ട് ഈ വാർത്തയാണ്. പ്രത്യേകിച്ച് നമ്മളീ പറഞ്ഞ വിമാനാപകടം സംബന്ധിച്ച AIBയുടെ റിപ്പോർട്ടാണ്. അതിൽ രണ്ട് തരത്തിൽ കാര്യങ്ങൾ പറയുന്നത്, ഒന്ന് ഇത് ഫ്യൂൽ സ്വിച്ച് ഓഫാക്കിയതാണോ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ള ഒരു ദുരൂഹത നിലനിർത്തിക്കൊണ്ടുള്ള തലക്കെട്ടുകളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഒപ്പം ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങൾ വളരെ കൃത്യമായി പറയുന്നു, രണ്ട് തട്ടിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ നമ്മുടെ വ്യോമയാന മന്ത്രി വളരെ കൃത്യമായി പറഞ്ഞു, ഈ ഒരു ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് മറ്റ് ഫാൾസ് ആയിട്ടുള്ള ഒരു അസംഷൻസിലേക്ക് പോകരുത്. കാരണം ഈ അനലിറ്റിക്കൽ റിപ്പോർട്ടിന് ശേഷം വീണ്ടും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളും കൂടുതൽ പഠനങ്ങളും നടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും സ്വിച്ചിട്ട് ദുരൂഹത എന്ന് മലയാള മനോരമ വിമാനാപകടത്തിൻ്റെ ഫ്യൂൽ സ്വിച്ച് ഓഫായതാണോ അതോ ഓഫാക്കിയതാണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ മാർക്കോട് കൂടെ ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. എങ്കിൽ നടന്നത് എന്താണ് എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്നു. മാതൃഭൂമിയാണ് എനിക്ക് തോന്നുന്നത് ഇന്ന് ഈ ഒന്നാം പേജിൽ മനോരമയേക്കാൾ നന്നായിട്ട് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇന്നത്തെ ഈ വാർത്ത എന്ന് പറയേണ്ടി വരും. വിമാനാപകടം പ്രാഥമിക റിപ്പോർട്ടായി, ചോദ്യങ്ങൾ ബാക്കി, എന്തിനാണ് ഇത് ഓഫ് ചെയ്തത് എന്നുള്ള ഒരു കോക്പിറ്റിലെ ഒരു കോൺവെർസേഷൻ്റെ ഓഡിയോ ഉണ്ട് ആ റിപ്പോർട്ടിൽ എന്ന് പറയുന്നു. ഏതായാലും നിഗമനങ്ങളിലേക്ക് എടുത്തു ചാടരുത് എന്ന് മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞ കാര്യം ഒന്നാം പേജിൽ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം ഇങ്ങനെ അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് തന്നെ ഈ രീതിയിൽ സ്വിച്ച് ഓഫായി പോയതായിരിക്കുമോ എന്നുള്ളത് സംബന്ധിച്ച് വലിയ രീതിയിലുള്ള അനലിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഹിന്ദു അടക്കമുള്ള പത്രങ്ങളിൽ ഈ മേഖലയിലുള്ള എക്സ്പേർട്സിൻ്റെ ഒപ്പീനിയൻ അവർ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിൽ പോലും ഇത്തരത്തിലൊരു സംശയത്തെ ഏതായാലും ബാക്കി വയ്ക്കുന്നുണ്ട്. ഏതായാലും ഉൾപേജുകളിലെല്ലാം ഇത് തന്നെയാണ്. ഇത് സംബന്ധിച്ച് സംശയങ്ങൾ പൈലറ്റുമാരിൽ ചാരി രക്ഷപ്പെടുകയാണോ AIB എന്നുള്ളതാണ്. ഒപ്പം ഈ വിഷയത്തിൽ പൈലറ്റുമാരുടെ അസോസിയേഷൻ അല്ലെങ്കിൽ അവരുടെ ആ വിഭാഗം വലിയ രീതിയിലുള്ളൊരു ആശങ്കയും അതൃപ്തിയും പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തയും ഇംഗ്ലീഷ് പത്രങ്ങളടക്കം നൽകിയിരിക്കുന്നു. കാരണം ഇത് വേറെ തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഇഷ്യൂ നിലനിർത്തുന്നു, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റിയെ ബാക്കി വയ്ക്കുന്ന, അതിനെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഏതായാലും ഉൾപേജിൽ മാതൃഭൂമി സംശയങ്ങൾ ബാക്കി എന്ന് തന്നെ കൊടുത്തിരിക്കുന്നു. ഏതായാലും ഈ അപകടത്തിൽ നടപടിക്ക് ശുപാർശയില്ല, പക്ഷേ ഈ ലോക്കിംഗ് സംവിധാനത്തിലെ തകരാറ് സംബന്ധിച്ച് മുന്നറിയിപ്പ് നേരത്തെ നൽകിയിട്ടുണ്ട്. അത് എത്ര കണ്ടത് നടപ്പായി അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് നടന്നത് തുടങ്ങിയ സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നു. കാരണം ടേക്ക് ഓഫിന് പിന്നാലെ ഇന്ധനം ഫ്യൂവൽ സപ്ലൈ ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആവുന്നു അല്ലെങ്കിൽ അത് ഓൺ ചെയ്യുന്ന സ്വിച്ച് ഓഫ് ആവുന്നു എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഏതായാലും ആ വാർത്തയ്ക്ക് എല്ലാവരും തന്നെ കൊടുത്തിരിക്കുന്നു തലക്കെട്ട് പ്രധാനമായിട്ട് തന്നെ. എയർ ഇന്ത്യയുടെ ഈ വിഷയത്തിലുള്ള ഫ്യൂവൽ കട്ട് ഓഫിനെ കുറിച്ച് ഹിന്ദു ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നു. പക്ഷേ ഒപ്പം അതിൻ്റെ ഒന്നാം പേജിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിപ്പോർട്ട് പോയിൻറ്റ്സ് ടു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ആസ് കോസ് ഓഫ് ക്രാഷ് എന്ന് അവർ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ ഉണ്ടായോ അല്ലെങ്കിൽ ഒരു അബദ്ധമോ ഒരു കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തുണി അവിടെ കുടുങ്ങിയിട്ടോ ഇത് സംഭവിക്കാമെന്ന് ടെക്നിക്കലി പറയുന്നുണ്ട്. അപ്പം ആ രീതിയിൽ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടപെടൽ സംഭവിച്ചോ എന്നുള്ള കാര്യം ഹിന്ദുവിൻ്റെ ഒന്നാം പേജിൽ തന്നെ നൽകിയിരിക്കുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയും ഈ രീതിയിൽ തന്നെയാണ് ഈ വാർത്ത പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൈലറ്റ്സ് എല്ലാം ഈ കാര്യത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യം കൂടെ ഏതായാലും അവർ നൽകിയിട്ടുണ്ട്. ഒപ്പം
ഇതിൻ്റെ കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വരാതെ എന്തിനാണ് ഈ റിപ്പോർട്ട് ഈ രീതിയിൽ മാധ്യമങ്ങൾക്ക് നൽകിയത് എന്നുള്ള ഒരു പ്രശ്നം കൂടെ ഇന്ത്യയിലെ പൈലറ്റുകളുടെ അസോസിയേഷൻ ഉന്നയിച്ചു എന്ന് പറയുന്നു. കാരണം ഈ AIBയുടെ റിപ്പോർട്ട് എന്ന് പറയുന്നതിൻ്റെ എക്സ്ക്ലൂസിവിറ്റി ഏത് തരത്തിലേക്ക് ഇങ്ങനെ ഒരു വാർത്തയായി മാറി എന്നുള്ളൊരു പ്രശ്നം കൂടെ അവതരിപ്പിച്ചിരിക്കുന്നു. ഏതായാലും ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇതാണ്. പക്ഷേ ഒപ്പം എനിക്ക് വളരെ പ്രധാനമായിട്ട് തോന്നിയ ഒരു കാര്യം അത് വിംബിൾഡൺ ടെന്നീസിൻ്റെ ചരിത്രം കുറിച്ചിട്ടുള്ള പുതിയ വനിതാ ചാമ്പ്യനെ കുറിച്ചാണ്. അപ്പോൾ പോളണ്ടിൻ്റെ ഇഗ സിയാടെക് എന്ന് പറയുന്നു. സിയാടെക് എന്നാണ് മാതൃഭൂമി എഴുതിയിരിക്കുന്നത്. പക്ഷേ മലയാള മനോരമ സ്യംതെക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അവരുടെ പോരാട്ടം മെഗാ സ്യംതെക് എന്ന് മലയാള മനോരമ ഒരു സ്പോർട്സ് പേജിൽ കൊടുത്തിരിക്കുന്നു. അവർ ഒറ്റ ഫൈനലിൽ ഒരു ഗെയിം പോലും എതിരാളിക്ക് നൽകാതെ നേടി എന്നുള്ളതാണ് അതിനകത്തെ ചരിത്രപരമായ നേട്ടം. ഏതായാലും ആ നേട്ടത്തെക്കുറിച്ച് വളരെ മനോഹരമായ സ്റ്റോറികൾ ഉള്ളൊരു ദിവസം കൂടിയാണ്. അതൊരു വലിയ വളരെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് പറയേണ്ടി വരും. മറ്റൊന്ന്, ഇന്ന് നമുക്കറിയാവുന്നതുപോലെ ക്ലബ്ബ് ലോകകപ്പിൻ്റെ ആരായിരിക്കും ചാമ്പ്യനാവുക എന്നുള്ള ഒരു ചോദ്യം കൂടെ ബാക്കിയുണ്ട്. ഏതായാലും അതിൽ PSG ആണോ, PSG ഗംഭീരമായി കളിച്ചു വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ PSG ആണോ ചെൽസി ആണോ എന്നുള്ള കാര്യത്തിൽ ഏതായാലും ഇന്ന് രാത്രി തീരുമാനിക്കും. അത് സംബന്ധിച്ച വാർത്തയും വളരെ പ്രാധാന്യത്തോടെ കൊടുത്തിരിക്കുന്നു. സൂപ്പർ സിയാടെക് എന്നാണ് മാതൃഭൂമി നൽകിയിരിക്കുന്ന വിംബിൾഡൻ്റെ ചരിത്രം കുറിച്ച പോരാട്ടത്തെക്കുറിച്ച് നൽകിയിരിക്കുന്ന തലക്കെട്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലുള്ള ഒരു കൺഫ്യൂഷനും പത്രങ്ങൾ നൽകിയിരിക്കുന്നു. കാരണം ഇത്തവണത്തെ ISL സംബന്ധിച്ച് ചില ആശയക്കുഴപ്പങ്ങൾ, ചില കളിക്കാർ അവരുടെ കരാറുകൾ അവസാനിപ്പിച്ച് പോകുമോ എന്നുള്ളത് സംബന്ധിച്ചൊരു പ്രശ്നം നിലനിൽക്കുന്നതായിട്ടുള്ളൊരു വാർത്തയും ഏതായാലും നൽകിയിട്ടുണ്ട്. ഒപ്പം ഇന്നലത്തെ നമ്മൾ കണ്ട കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വാർത്ത അമിത്ഷായുടെ സന്ദർശനമായിരുന്നു. BJPയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം, ഒപ്പം തന്നെ അവരുടെ സംഘടനാ ഭാരവാഹികളുടെ കാര്യത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തീരുമാനം, ആ തീരുമാനത്തെ തുടർന്നുണ്ടായ ചില വിവാദങ്ങൾ അടക്കം ഏതായാലും പേജുകളിൽ ഇടം പിടിച്ചിരിക്കുന്നു. ഒപ്പം അതിൽ ദേശാഭിമാനി BJPയുടെ പുനഃസംഘടനയിൽ പൊട്ടിത്തെറി എന്നുള്ളൊരു വാർത്ത ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട്. കാരണം ചില അല്ലെങ്കിൽ അതിൽ തന്നെ ചില നേതാക്കളെ ഒഴിവാക്കിയെന്നും ചില നേതാക്കൾക്ക് പിന്തുണയുള്ള മറ്റ് പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ചില സംഘടനാ ചുമതലയുണ്ടായിരുന്നവരെ ഒഴിവാക്കപ്പെട്ടതിൽ അതൃപ്തിയുണ്ടെന്നും ദേശാഭിമാനി പറയുമ്പോൾ, ജന്മഭൂമിയുടെ ഒന്നാം പേജിൽ BJP പതാക ഉയർത്തി കണിക്കൊന്ന നട്ട് മാരാർജി ഭവനിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷാ മാരാർജി ഭവനിൽ KG മാരാരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്ത ശേഷം താമരമാല ചാർത്തുന്ന പടം സഹിതം നൽകിയിരിക്കുന്നു. ജന്മഭൂമി ഉൾപേജിൽ വളരെ വിസ്തരിച്ചുകൊണ്ട് അവരുടെ ഈ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം വൃക്ഷത്തൈ നടുന്നത് അമിത്ഷായുടെ, ഒപ്പം തന്നെ തളിപ്പറമ്പ് രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ സന്ദർശനം അടക്കം ഏതായാലും അമിത്ഷായുടെ സന്ദർശനം വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതാണ്. കാരണം അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP അധികാരത്തിലെത്തുമെന്ന് പറയുമ്പോൾ പോലും അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 2 കോർപ്പറേഷനുകൾ പിടിക്കണമെന്നുള്ള നിർദ്ദേശം, ഒപ്പം തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ശക്തിയായി മാറുക എന്നുള്ള അമിത്ഷായുടെ നിർദ്ദേശം, ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നു. മാധ്യമത്തിൻ്റെ ഉൾപേജിൽ, സ്പോർട്സ് പേജിൽ, അത് നേരത്തെ ഞാൻ പറഞ്ഞു വന്ന വാർത്തയിൽ തന്നെയാണ്. അത് അവർ രസകരമായിട്ട് ഇത് 2 വാർത്തകൾ, അതായത് ക്ലബ്ബ് ലോകകപ്പിൻ്റെ ഫൈനൽ പോരാട്ടത്തെക്കുറിച്ചും വിംബിൾഡൻ്റെ പുരുഷ ഫൈനലിനെ കുറിച്ചും ക്ലബ് ചെയ്തുകൊണ്ടൊരു ടൈറ്റിൽ ക്ലാസ് എന്ന തലക്കെട്ടിൽ ഒരു വളരെ വിസ്തരിച്ചുകൊണ്ട് വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം ഒന്നാം പേജിൽ സ്കൂൾ സമയ മാറ്റത്തിൽ സമസ്ത കണ്ണുരുട്ടി മന്ത്രി അയഞ്ഞു എന്നുള്ള ഒരു തലക്കെട്ടിൽ വാർത്ത നൽകിയിട്ടുണ്ട്. ഒപ്പം സുപ്രഭാതത്തിൻ്റെ ഒരു വാർത്ത കൂടെ പറയേണ്ടതുണ്ട്. കാരണം സുപ്രഭാതം ഈ വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നു. ഒപ്പം സർക്കാരിനെതിരായിട്ടുള്ള കടുത്ത വിമർശനം അവരുടെ എഡിറ്റ് പേജിലുണ്ട്. അതായത് മന്ത്രി ബിന്ദുവിനെ കുറിച്ചുള്ള വളരെ കടുത്ത വിമർശനമുള്ള ഒരു എഡിറ്റോറിയൽ പേജ്, അവരുടെ എഡിറ്റോറിയലും കൂടെ അവരുടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം സ്കൂൾ സമയമാറ്റം വിമർശനം എന്തുകൊണ്ടാണെന്നുള്ള വിശദമാക്കിക്കൊണ്ട് സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ ലേഖനവും നൽകിയിരിക്കുന്നു. അതിൽ ഈ ബിന്ദു ടീച്ചറെ വളരെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ്
അതിൻ്റെ തലക്കെട്ടടക്കം നൽകിയിരിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ, അതായത് ഈ സിലബസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സമീകരണത്തിലുണ്ടായ വിവാദവും അതെങ്ങനെയാണ് ആശങ്ക ജനിപ്പിച്ചതെന്നുള്ളത് സംബന്ധിച്ചൊരു കടുത്ത വിമർശനം ഏതായാലും CPM മുൻതൂക്കം അല്ലെങ്കിൽ CPMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഭരിക്കുന്ന സർക്കാരിനെതിരെ സമസ്ത നടത്തിയിട്ടുള്ള ഒരു വലിയ വിമർശനമായി തന്നെ കാണേണ്ടി വരും. ഒപ്പം ഇന്നലത്തെ മറ്റൊരു ശ്രദ്ധിക്കപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഗോകർണത്തെ ഒരു കുടുംബം ഒരു ഗുഹയിൽ താമസിക്കുന്നത് അവരുടെ വിസ, അവരുടെ പാസ്പോർട്ടിൻ്റെ കാലാവധി സംബന്ധിച്ചൊരു പ്രശ്നം നിലനിന്ന സമയത്ത് അവരൊരു ഗുഹയിൽ താമസിച്ചു, അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്തയാണ്. ആ വാർത്തയ്ക്ക് ഏതായാലും പ്രാധാന്യത്തോടുകൂടെ ഇംഗ്ലീഷ് പത്രങ്ങൾ അടക്കം നൽകിയിട്ടുണ്ട്. റഷ്യൻ വുമൺ അവർ 2 കുട്ടികൾക്കൊപ്പം അവർ ആ കേവിൽ നിന്ന് ഗോകർണത്തെ ആ കേവിൽ നിന്ന് ഏതായാലും അവരെ മോചിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്ത കൂടിയുണ്ട്. പിന്നെ മറ്റൊരു വാർത്ത എനിക്ക് തോന്നുന്നത് സൺഡേ സപ്ലിമെൻ്റ് ഉള്ള ദിവസമാണ്. നമുക്കറിയാം സേതു, മലയാള മനോരമ വീരപ്പൻ ഏറ്റവും കൂടുതൽ കാലം ജീവിച്ച, അല്ലെങ്കിൽ ഏറ്റവും വലിയ രീതിയിൽ അടക്കിവാണ ആ കാട്ടിലേക്കുള്ള ഒരു യാത്ര മലയാള മനോരമ നൽകിയിരിക്കുന്നു. വാരാന്ത്യ മാധ്യമത്തിൽ 3 സ്ത്രീകളെക്കുറിച്ചുള്ള വ്യത്യസ്ത മേഖലകളിലൂടെ വളരെ രസകരമായി ജീവിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്ന 3 സ്ത്രീകളെക്കുറിച്ച് ഉള്ള സോളോ ട്രാവലറായ ഒരു സ്ത്രീയുടെ ലോകസഞ്ചാരത്തെക്കുറിച്ചും ഈ കോബ്രകളെയൊക്കെ പിടിക്കുന്ന റോഷ്നി എന്ന് പറയുന്ന വനംവകുപ്പിലെ ബീറ്റ് ഓഫീസറെക്കുറിച്ചും, ഒപ്പം മറ്റേ ഈ ഇടുക്കിയിലെ ഒരു വലിയ ഈ തടി ലോറി ഓടിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ച്, അങ്ങനെ 3 പേരുടെ അനുഭവം സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു സൺഡേ സപ്ലിമെൻ്റ് പേജും കൂടെയുണ്ട്. ഏതായാലും ഇത്തരത്തിൽ വളരെ വിവിധങ്ങളായ വാർത്തകളുള്ള ദിവസമാണ്. വലിയ വ്യത്യസ്തമായ വാർത്തകളും രസകരമായ വാർത്തകളുമുണ്ട്. കൂടുതൽ വാർത്തകൾ വരുന്ന മണിക്കൂറുകളിൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സേതു.